ഒരു പുത്തൻ ഉണർവ് നൽകിയ പുതിയ നിയമത്തിൽ നിന്നും മനോഹരമായ ഒരു ഉപമ. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് വർത്തമാനകാലത്തെ ചില സംഭവങ്ങളെ കോർത്തിണക്കി മൈലാടുംപാറ ബഥേൽ മാർത്തോമ ഇടവക സുവിശേഷ സേവികാ സംഘം അവതരിപ്പിക്കുന്ന 10 കന്യകമാർ. ഇവിടെ വേറെ ആരെയും കാണുന്നില്ലല്ലോ. അതാണ് എന്റെ സംശയം. മണവാളൻ വന്നെന്നാ തോന്നുന്നത്. ഇതാണോ നിങ്ങളുടെ വിശ്വാസം? മണവാളൻ പറഞ്ഞിട്ടില്ലേ അല്പവിശ്വാസികളായിരിക്കരുതെന്ന്? നമ്മളെ കാണുമോ? ഇല്ല, ഒരിക്കലുമില്ല. സമയമാവുന്നതേ ഉള്ളൂ. ധൈര്യമായിരിക്കും. വരൂ, നമുക്ക് വിളക്കിലെ തിരി താഴ്ത്തി വെച്ച് പ്രിയനെ കാത്തിരിക്കാം. അല്ലെങ്കിൽ അവൻ വരുമ്പോൾ വിളക്കിലെ എണ്ണയെല്ലാം തീർന്നു പോകും. നമ്മൾ നിരാശരാകേണ്ടി വരും. ഉറക്കം വരാതിരിക്കാൻ നമുക്ക് പ്രിയൻ വരുന്നത് വരെ അവന് പാടി സ്തുതിക്കാം. ആരും വന്നില്ലേ? ഞാൻ ഓർത്ത് എല്ലാവരും വന്നെന്ന്. നീ എന്താണ് താമസിച്ചത്? ഒന്നും പറയണ്ട. എന്തൊരു ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. അല്ല, നമ്മുടെ ഫ്രണ്ട്സിനെ ഒന്നും കണ്ടില്ലല്ലോ. നിങ്ങൾ എന്താ വരാൻ താമസിച്ചത്? ഒന്നും പറയാം. ഡ്യൂട്ടിയും കൂടെ ഓവർ ഡ്യൂട്ടിയും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് അല്പം ലേറ്റായി. ആഹാ, ഭക്തരെല്ലാം നേരത്തെ എത്തിയിട്ടുണ്ടല്ലോ. അവരുടെ പ്രാർത്ഥന കൊണ്ടാണ് മണവാളൻ വരാൻ സമ്മതിച്ചെന്ന അവരുടെ ഒരു വിചാരം. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ മണവാളൻ വരുമെന്ന് എന്താ ഉറപ്പ്? നമ്മൾ ഒരുങ്ങി വന്നത് വെറുതെ ആകൂ? ഇനി മണവാളൻ വരാതിരിക്കുമോ? ഇത്രയും ലേറ്റ് ആകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനും ഫ്രണ്ട്സും കൂടി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു KFC ഒക്കെ കഴിച്ച് പതുക്കെ വന്നാൽ മതിയായിരുന്നു. എന്തായാലും ഒരുങ്ങി വന്നതല്ലേ, നമുക്കൊരു സെൽഫി ഒക്കെ എടുത്ത് ഫേസ്ബുക്കിലിടാം. എൻ്റെ ബ്രദർ UK നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ലേറ്റസ്റ്റ് മോഡൽ ഫോണാണ്. ഇതിൻ്റെ ഫോട്ടോയ്ക്ക് എന്നാ ക്ലാരിറ്റിയാണെന്ന് അറിയാമോ? എല്ലാവരും ഒന്ന് പോസ്റ്റ് ചെയ്തേ. പിന്നെ ഇതൊക്കെ ഇവിടെ ചവറുപോലെ കിട്ടുന്ന സാധനമാണ്. അവരുടെ ഒരു പൊങ്ങച്ച. സഹോദരിമാരെ, നമുക്ക് കുറച്ച് സമയം വേദപുസ്തകം വായിക്കാം. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 40 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ. അന്ന് 2 പേർ വയലിലിരിക്കും. ഒരുത്തിനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർ ഒരു തിരുവലിൽ പൊടിച്ചുകൊണ്ടിരിക്കും. ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നുവെന്ന് നിങ്ങൾ അറിയാതെ കൊണ്ട് ഉണർന്നിരിക്കും. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും അവൻ്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമെന്ന് അറിയുമല്ലോ. അങ്ങനെ നിങ്ങൾ നിലയ്ക്കാത്ത നാഴികയിൽ മനുഷ്യൻ വരുന്നുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കും. വല്ലാത്ത ക്ഷീണം, എനിക്ക് ഉറക്കം വരുന്നു. എനിക്കും. എങ്കിൽ നമുക്ക് അല്പസമയം ഉറങ്ങിയാലോ? ആ മണവാളം വരുമ്പോൾ നമുക്ക് എഴുന്നേക്കാം. മണവാളം വരുമ്പം ഞങ്ങളെ കൂടി ഉണർത്തണേ. യജമാനൻ വരുന്നുവെന്ന് തോന്നുന്നു. നമുക്ക് എഴുന്നേറ്റ് തിരികെത്തിച്ച് അവനെ എതിരേൽക്കാം.
എഴുന്നേൽക്കൂ, യജമാനൻ വരുന്നു. നിങ്ങളുടെ വിളക്കുകൾ കത്തിക്കുവിൻ. വാ വാ, നമുക്ക് വിളക്ക് കത്തിക്കാം. അയ്യോ, വിളക്കും തീപ്പെട്ടിയുമുണ്ട്, എണ്ണ എടുത്തില്ലല്ലോ. ഞാനും മറന്നു. വിളക്കിൽ എണ്ണ കാണുമെന്ന് കരുതി. ഇനി എന്ത് ചെയ്യും? നമുക്ക് അവരോടൊന്ന് ചോദിച്ചാലോ? അതെ, ഞങ്ങൾക്കും കൂടി കുറച്ച് എണ്ണ തരാമോ? ഞങ്ങൾ എടുക്കാൻ മറന്നുപോയി. അതെ, അത് കന്യകമാരെ, ഞങ്ങളോട് തെല്ലും പരിഭവവും തോന്നരുത്. ഇതിൽ നിന്ന് കുറച്ച് എണ്ണ ഞങ്ങൾക്കും കൂടി തന്നാൽ ഞങ്ങൾക്ക് നിങ്ങൾക്കും അറിയാതെ വരും. അതുകൊണ്ട് നിങ്ങൾ വീട്ടുകാരുടെ അടുത്തേക്ക് വാങ്ങിക്കൊള്ളൂ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവരോട് ചോദിക്കേണ്ടാണ്. നല്ല ഒന്നാന്തരം വെളിച്ചെണ്ണ കടയിൽ കിട്ടും. നമുക്ക് പെട്ടെന്ന് പോയി വാങ്ങിയിട്ട് വരാം. അല്ലെങ്കിലും ആർക്ക് വേണം ഇവരുടെ എണ്ണ? എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. നിങ്ങളെല്ലാവരും എൻ്റെ വരവിനായി വിളക്കിൽ എണ്ണയുമായി കാത്തിരുന്നു. വരുവിൻ, ഒരുക്കിയിട്ടിരിക്കുന്ന മണവറയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അയ്യോ, ഇവിടെ ആരുമില്ലല്ലോ. കർത്താവ് വന്നിട്ട് പോയോ? അയ്യോ, നമ്മളിനി എന്ത് ചെയ്യും? ഞാൻ അന്നേരം വരെ പറഞ്ഞതാ, എണ്ണയൊക്കെ നേരത്തെ കരുതി വെക്കണമെന്ന്. കർത്താവേ, ഞാൻ എണ്ണയുമായി വന്നു. വാതിൽ തുറക്കണമേ. ഞാൻ നിന്നെ അറിയുന്നില്ല. കർത്താവേ, ഞാൻ എല്ലാ ആഴ്ചയിലും പള്ളിയിൽ വരുന്നതും വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതുമാണ്. നീ കാണുന്നതല്ലേ? ഇല്ല, ഞാൻ നിന്നെ അറിയുന്നില്ല. കർത്താവിന് എന്നെ അറിയില്ല. നീ വന്നേ, നമ്മൾ വയറമ്പല പള്ളിയിലെ അംഗങ്ങളായിരുന്നു. ചിലപ്പോൾ നമ്മളെ അറിയുമായിരിക്കും. കർത്താവെ, നിങ്ങൾ മയാടമ്പാല ബദൽ പള്ളിയിലെ സേവ്യാസംഘത്തിന്റെ ട്രസ്റ്റിയും സെക്രട്ടറിയുമാണ്. ഞങ്ങൾക്ക് വേണ്ടി വാതിൽ തുറക്കണമേ. നിങ്ങളുടെ ഇടവകയെയും ഞാൻ അറിയും. അവിടുത്തെ ഇടവക വികാരി നികുതച്ഛനെയും അറിയാം. പക്ഷേ ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഓ, നമ്മളെ കർത്താവ് അറിയത്തില്ല. കർത്താവേ, ഞാൻ പണിക്കരി വീട്ടിലെ കൊച്ചുമറിയാമ്മയാണ്. കർത്താവിന് എന്നെ അറിയാം. ഞാൻ ജനിച്ചതും വളർന്നതും എന്തിനും എന്നെ കെട്ടിച്ചു വിട്ടതും മർത്തോമയിലാണ്. എൻ്റെ അപ്പച്ചൻ കൊടുത്ത സ്ഥലത്താണ് പണി വെച്ചിരിക്കുന്നത്. എന്നിട്ട് കർത്താവിന് എന്നെ മനസ്സിലായില്ല. എനിക്ക് നിന്റെ മാതാപിതാക്കളെ അറിയാം. പക്ഷേ സത്യമായും ഞാൻ നിന്നെ അറിയുന്നില്ല. ഓ, മർത്തോമയായിട്ട് ഒരു കാര്യമില്ല. കർത്താവിന് എന്നെയും അറിയില്ല. കർത്താവേ, അങ്ങേക്ക് എന്നെ അറിയാം. ഞാൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രസിഡന്റ് അന്നമ്മയാണ്. ഞാൻ പള്ളിക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട വ്യക്തിയാണ്. എല്ലാ നോമ്പും മുടങ്ങാതെ നോക്കാറുണ്ട്. എനിക്കായി വാതിൽ തുറക്കണമേ. ഞാൻ നിന്നെ അറിയുന്നില്ല. ഞാൻ നിത്യവും വചനം വായിക്കുകയും അത് സോഷ്യൽ മീഡിയ വഴി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും എന്നെ അറിയാം. എന്നിട്ടും കർത്താവിന് എന്നെ അറിയില്ലേ? കർത്താവെ, എന്നെ ഉപേക്ഷിക്കരുതേ. എന്നെ കൂടി കൊണ്ടുപോകണേ. കർത്താവെ, പ്ലീസ്. നീ അനേക കാര്യങ്ങളിൽ വ്യാപൃതയായി. എന്നാൽ വേണ്ട കാര്യം മാത്രം നീ അന്വേഷിച്ചില്ല. നീ മനുഷ്യരുടെ മുമ്പിൽ വിശുദ്ധയെന്ന് നടിക്കുവാൻ വേണ്ടി പല കാര്യങ്ങൾ കാട്ടിക്കൂട്ടി. എന്നാൽ ഹൃദയം കൊണ്ട് നീ ഒരിക്കൽ പോലും എന്നെ അന്വേഷിച്ചില്ല. ഇല്ല, ഞാൻ നിന്നെ സ്വീകരിക്കുകയില്ല. കടന്നുപോകൂ. ഞാൻ നിങ്ങളെ ആരെയും അറിയുന്നില്ല. ഇനി ഞാൻ എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും? വരൂ, നമുക്ക് പോകാം. നിൽക്കൂ. നിങ്ങൾ ഇതുവരെ എവിടെയായിരുന്നു? മറ്റു കന്യകമാരോടൊപ്പമല്ലേ
ഞാൻ നിങ്ങളെയും വിരുന്നിന് ക്ഷണിച്ചത്. നിങ്ങൾ എന്തുകൊണ്ട് അവരെ പോലെ വിവേകത്തോടെ എണ്ണ കരുതിയില്ല? ആകയാൽ ഈ ദിവസവും നാഴികയും നിങ്ങൾ കരഞ്ഞുകൂടായികയാൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ദൈവമേ, ഞങ്ങളോട് കരുണ തോന്നണമേ. എന്റെ ദൈവമേ, ഞങ്ങളുടെ തെറ്റുകൾ പുറത്ത് അങ്ങയുടെ രാജ്യത്തിൽ ഞങ്ങളെയും ചേർക്കണമേ. അകതയും സ്വാർത്ഥതയും അമിതമായ ദ്രവ്യാഗ്രഹവും ഞങ്ങളിൽ നിന്ന് മാറ്റണമേ. ദൈവമേ, ധൂർത്തും ആർഭാടവും ജഡീക മോഹങ്ങളും ഞങ്ങളിൽ നിന്നും ഇല്ലാതാക്കണമേ. അങ്ങനെ നിന്റെ രാജ്യത്തിന് ഞങ്ങളെ അവകാശികളാക്കണമേ. ലോകത്തിന്റെ മായാവലയത്തിലകപ്പെട്ട് പുതിയ സുഖങ്ങൾ തേടി അറിയുമ്പോൾ അനുദപിച്ച് ദൈവത്തിൽ അഭയം പ്രാപിക്കാൻ ഓരോ വിളിക്കുമായി നമുക്ക് കാതുവെക്കാം. നമ്മുടെ പാരമ്പര്യമോ സമ്പത്തോ പ്രശസ്തിയോ ഒന്നും സുഖരാജ്യം അവകാശമാക്കാനുള്ള യോഗ്യതയല്ല. സാധാരണ പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ ജാഗരൂകരായിരിക്കുകയും നമുക്ക് ദൈവസന്നിധിയിൽ താഴ്മയോടെ പ്രാർത്ഥിച്ച് വിശ്വാസ ജീവിതം നയിച്ച് കർത്താവിന്റെ രണ്ടാമത്തെ വരവിനായി കാത്തിരിക്കാം. കാരുണ്യവാനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങൾ ഇപ്പോൾ കണ്ട ഈ സ്കിറ്റ് നിങ്ങൾക്കെല്ലാവർക്കും രസകരമായി തോന്നിക്കാണും. എന്നാൽ ഇതിലടങ്ങിയിരിക്കുന്ന ആശയം നിങ്ങൾ ഉൾക്കൊള്ളുവാൻ ശ്രമിക്കുക. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്തത് അന്ധകാരം